Hello, welcome to my maths class. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഇവിടെ 3 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രലിനുള്ളിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. Its expansion is x by 2 into square root of x square plus a square by 2 into log mod x plus root of x square plus a square plus c. Okay, this is the first type. ഇനി ഇത് വെച്ചിട്ട് we will do some problems. The first question is integral root of x square plus 5 dx. Here the first term is x square and the second term is 5, so we can arrange 5 as root 5 whole square. Okay, that is the function changes to root of x square plus root 5 whole square format. Here a equal to root 5. So applying this result, we get the answer as x by 2 into root of x square plus 5 plus a square by 2, that is root 5 whole square by 2 log mod x plus root of x square plus root 5 whole square plus c. It is x by 2 into square root of x square plus 5 plus 5 by 2 log mod x plus root of x square plus 5 plus c is the answer. Okay, clear? Okay, next we move to another question. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് വരുന്നത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലെ ടൈപ്പ് ഓഫ് ഫങ്ഷനാണ് അവിടെ വരുന്നത്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. സോ അപ്പോൾ ഈ ഫങ്ഷൻ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഫോമുലയിലാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ എ എന്ന് പറയുന്നത്, അതിനെ ടോട്ടലായിട്ട് ഔട്ട്സൈഡ് എടുത്തിട്ട് ഫങ്ഷനൊന്ന് അറേഞ്ച് ചെയ്യണം. ബട്ട് ഹിയർ the coefficient of x square is 1. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് വന്നിരിക്കുന്നത് 1 ആണ്. സോ അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് വി ആഡ് ആൻഡ് സബ്ട്രാക്ട് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ ഹിയർ. സോ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, ഇവിടെ 2 ആണത്. ആ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക, അത് ഈ പോളിനോമിയലിലോട്ട് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇങ്ങനൊരു ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ്. ക്വാഡ്രാറ്റിക് ഫോമുല എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് ഫങ്ഷൻ വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞ വിധത്തിൽ സോൾവ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ അത് ചെയ്യുന്നത് ആദ്യം എക്സ് സ്ക്വയർ എഴുതി, അതിന് ശേഷം അതിൻ്റെ സെക്കൻഡ് ടൈം 2x എഴുതി, എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് അവിടെ സർക്കിൾ ചെയ്തത് 2, അതിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ ആദ്യം ആഡ് ചെയ്തു, പിന്നെ അത് സെയിം ടൈം സബ്ട്രാക്ട് ചെയ്തു, ലാസ്റ്റ് അവസാനത്തെ ടൈം എഴുതി +5 കൊടുത്തു. ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2/2 1 ആണ്, 1 സ്ക്വയർ ദറ്റ് ഈസ് 1 -1 + 5 dx. ഇനി ഇവിടെ ചെയ്യുന്നത് അവിടുത്തെ ഫസ്റ്റ് 3 ടേംസ് ഉണ്ടല്ലോ അതിനെ കമ്പൈൻ ചെയ്തു. അതെന്തിൻ്റെ എക്സ്പാൻഷനാണ്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അല്ലേ അത് ആണല്ലോ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1, ദറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എന്നിട്ട് 4th 5th കൂടി ആഡ് ചെയ്തു, ദറ്റ് ഈസ് 5 - 1, അപ്പോൾ 4 വന്നു. ഇനി നമ്മൾ arrange the function as square root of x plus 1 whole square plus 4 പകരം 2 സ്ക്വയർ എന്ന് എഴുതി. സോ അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഏതൊരു ഫോർമാറ്റിലായി? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോർമാറ്റിലായി. ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് 1 ആൻഡ് എ ഈസ് 2. സോ അപ്ലൈയിങ് ദ എബവ് റിസൾട്ട് വി ഗെറ്റ് എക്സ് പ്ലസ് 1/2 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർഡ് പ്ലസ് 2 സ്ക്വയർ, 2 സ്ക്വയർ ഈസ് 4 പ്ലസ് a square by 2, that is 4/2 log mod x plus 1 plus square root of x plus 1 whole square plus 4 plus c is answer. Clear? Here we choose a equal to 2 and x equal to x plus 1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. What's the next question? Square root of എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6. ഇതും ഏതൊരു ഫോർമാറ്റ് തന്നെയാണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഫോർമാറ്റിൽ വന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്.
സോ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ആദ്യം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണെന്ന് നോക്കുക. ഇവിടെ 1 ആണ്. 1 ആണെങ്കിൽ വേറെ ഒന്നും ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിൻ്റെ സ്ക്വയറോട് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സോ അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടൈംസ് എഴുതുക എക്സ് സ്ക്വയർ പ്ലസ് 4x എഴുതി. അതിന് ശേഷം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്, അതിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 4/2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്തു. അതിന് ശേഷം 4/2 ഹോൾ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു, പ്ലസ് ലാസ്റ്റത്തെ ടൈം എഴുതി 6. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4/2 എന്ന് പറഞ്ഞാൽ 2 ആണല്ലേ. അപ്പോൾ 2 സ്ക്വയർ 4 -4 + 6. എന്നിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് 3 ടൈംസിനെ കമ്പൈൻ ചെയ്തു. ഫസ്റ്റ് 3 ടൈംസ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് x + 2 ഹോൾ സ്ക്വയർ. ആൻഡ് ദ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടൈം അതിൻ്റെ സം എടുക്കുമ്പോൾ -4 + 6 എന്ന് പറയുന്നത് 2 ആയി. ഇനി ആ 2നെ √2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. സോ അപ്പോൾ ഏതൊരു ഫോർമാറ്റിലോട്ടായി? സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഫോർമാറ്റിലായി. ഇവിടെ x ഈസ് റീപ്ലേസ്ഡ് ബൈ x + 2 ആൻഡ് a ഈസ് √2. ഓക്കെ, സോ using the above result, the answer is x plus 2/2 root of x plus 2 whole square plus a square is 2 plus 2/2 log mod x plus 2 plus root of x plus 2 whole square plus 2 plus c. Okay, here we choose a equal to √2 and x equal to x plus 2. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ്റഗ്രേറ്റ് 1 + x² dx. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എളുപ്പമാണ് അല്ലേ? അതായത് നമുക്ക് ആ ഫംഗ്ഷൻ ആ ടേംസിനൊന്ന് പൊസിഷൻ മാറ്റാം. ഫസ്റ്റ് x² കൊടുത്തു, സെക്കൻഡ് 1ന് പകരം √1 ഹോൾ സ്ക്വയർ, 1ന് പകരം 1 സ്ക്വയർ. ഓക്കെ, അങ്ങനെ എഴുതി. എന്നിട്ട് ഈ x² + a² ഫോർമാറ്റ് ആയല്ലോ ഇതിപ്പോൾ. ദാറ്റ്സ് ആൻസർ ഈ 6/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് x² പ്ലസ് ഇവിടെ ഹിയർ a = 1 ആൻഡ് x = x. ദറ്റ് ഈസ് x/2 റൂട്ട് ഓഫ് x² + 1 പ്ലസ് 1/2 ലോഗ് മോഡ് x പ്ലസ് റൂട്ട് ഓഫ് x² + 1 പ്ലസ് c. ഓക്കെ, ഇനി ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻ്റഗ്രൽ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് x² മൈനസ് a². ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചത് x² + a² ആയിരുന്നു റൂട്ടിൻ്റെ ഉള്ളിൽ വന്നിരുന്നത്. So here the second type is root of x² minus a². Its expansion is x/2 root of x² minus a² minus a²/2 into log mod x plus root of x² minus a² plus c. Okay, let's do one question. That is integral root of x² minus 9 dx. Here we arrange 9 as 3². Okay, so apply the above result. We get the answer as x/2 into root of x² minus 3². Here a is 3 minus 3²/2 log mod x plus root of x² minus 9 plus c is the answer. The second question of this type, root of integral square root of x² plus 4x plus 1 dx അല്ലേ. സോ അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇസ് ഓഫ് ദ ഫോം ax² plus bx plus c ആണ്. സോ ഫസ്റ്റ് വി ആഡ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് x/2 ഹോൾ സ്ക്വയർ, ദെൻ സബ്ട്രാക്ട്. സോ ആദ്യം നിങ്ങൾ ഫസ്റ്റ് 2 ടൈംസ് എഴുതുക x² plus 4x. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. 4ന് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. 4/2 ടേക്ക് ഇറ്റ് ദ സ്ക്വയർ, 4/2 ഹോൾ സ്ക്വയർ. ആദ്യം അത് ആഡ് ചെയ്തു, പിന്നെ സബ്ട്രാക്ട് ചെയ്തു, ലാസ്റ്റ് ടൈം എഴുതി. അതിനുശേഷം x² plus 4x plus 2² എന്ന് വന്നു. ആ ഫസ്റ്റ് 3 ടൈംസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് x plus 2 ഹോൾ സ്ക്വയർ ആണ്. തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നത്. അവിടുത്തെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടൈം എന്ന് പറയുന്നത് -4 + 1 ആണ്. ദാറ്റ് ബിക്കംസ് -3. ഓക്കെ, അവിടെ -3 ഉണ്ടെങ്കിൽ -√3 ഹോൾ സ്ക്വയറിന് എടുത്തു. സോ ഇതിപ്പോൾ നമ്മുടെ തൊട്ട് മുന്നത്തെ ദ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ടൈപ്പ് ആ ഒരു ഫോർമാറ്റ് x² minus a². ഹിയർ x = x plus 2 and a = √3. So using this result, the answer is x plus 2/2 square root of x plus 2 whole square minus √3 whole square minus √3 whole square is 3/2 log mod x plus 2 plus square root of x plus 2 whole square minus 3 plus c. Okay, clear ആണല്ലോ. ഇവിടെ ഞാൻ അതിനെ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. x plus 2/2 root of x plus 2 whole square. ആ √3 whole square എന്ന് എഴുതി വെച്ചിരുന്നത് അതിനെ 3 ആക്കി.
minus 3 by 2 into log mod x plus 2 plus root of x plus 2 all square. Okay, root 3 all square is minus 3 plus c. Okay, next question lote pova alle. Okay, what's the next question? Okay, vannu next question എന്ന് പറയുന്നത് integrate square root of x square plus 4x minus 5 dx. ഇതും അതെ ഇൻ്റഗ്രൽ ഓഫ് ദ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമാറ്റാണ്. സോ അപ്പോൾ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ, എക്സിൻ്റെ കോഫിഷ്യൻറ്റ് 4 എടുത്തു, ഇനി 2 വെച്ച് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ സ്ക്വയർ ആദ്യം ആഡ് ചെയ്യുന്നു, പിന്നെ സബ്ട്രാക്ട് ചെയ്യുന്നു, ലാസ്റ്റ് ടൈം എഴുതുന്നു. ഇത് ചെയ്യുന്നത് ആദ്യത്തെ 2 ടൈംസ് എഴുതിയതിന് ശേഷമാണ്. അതിന് ശേഷം ആദ്യത്തെ 3 ടൈംസിനെ കമ്പൈൻ ചെയ്യുന്നു. അത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ എന്നാണ് വരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4, ദാറ്റ്സ് എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 2 സ്ക്വയർ. ഇനി 4th ടൈം എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. 5th ടൈം -5 ആണ്. 4 - 5 ദാറ്റ് ഈസ് -1 എന്ന് തോന്നുന്നു. ഓ സോറി അല്ല കേട്ടോ, -4 -5 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് -9 ആയി. -9നെ 3 സ്ക്വയറിനിട്ട് കൊടുത്തു. ഓക്കെ, സോ അപ്പോൾ ഇത് ഏത് ഫോമാറ്റ് വന്നു? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമാറ്റീസ് വന്നു. ഹിയർ എക്സിൻ്റെ പകരം എക്സ് പ്ലസ് 2 ആൻഡ് എ ഈസ് 3. സോ യൂസിങ് ദ above result the answer is x plus 2 by 2 root of x plus 2 all square minus 9 minus 9 by 2 log mod x plus 2 plus root of x plus 2 all square minus 9 plus c. Okay, clear ആണല്ലോ? The next question is square root of integral x square plus 3x dx. ഇതാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ ഇതും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമാറ്റാണ്. ഇവിടെ സി ആബ്സെൻ്റ് ആണ്, സി 0 ആണ്. സോ അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഇവിടെ 3 ആണ്, ആ 3യെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കൂ, ആദ്യം ആഡ് ചെയ്യുന്നു, പിന്നെ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 3 by 2 all square minus 3 by 2 all square എന്നാക്കി. ദെൻ combine the first 3 terms of this expression, so that's expansion of x plus 3 by 2 all square, and the last on 4th term is 3 by 2 minus 3 by 2 all square. Okay, so this is the integrals of the form root of integral root of x square minus a square. Here x equal to x plus 3 by 2 and a equal to 3 by 2. So using the above result, the answer of this function is x plus, answer of this integral is x plus 3 by 2 root of x plus 3 by 2 all square minus 3 by 2 all square minus 3 by 2 all square by 2 log mod x plus 3 by 2 plus root of x plus 3 by 2 all square minus 3 by 2 all square. Now we take the LCM. That is 2x plus 3 by 2, 2 into x ചെയ്തു, that is 2x plus 3 all divided by 2 into 2, that is 2x plus 3 by 4 എന്ന് വന്നു. And root of here also x into 2, 2x plus 3 by 2 all square minus 3 by 2 all square minus, and this is 3 square by 2 square into 2, that is 9 by 4 into 2, that is 8, 9 by 8. Log mod x plus 3 by 2 plus root of x plus 3 by 2 all square becomes 2x plus 3 by 2 all square minus 3 by 2 all square plus is answer. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോകാതിരിക്കുന്ന നല്ലത്. ഇത് ഫൈനൽ സ്റ്റെപ്പായിട്ട് വെച്ചാൽ മതി. ഓക്കെ, the next question is integral root of 1 plus x square by 9 dx. സോ അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ LCM ഒക്കെ എടുത്ത് ഫംഗ്ഷൻ ആദ്യം ഒന്ന് നോർമലാക്കുക. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു 1 into 9, ദറ്റ് ഈസ് 9 plus x squared all divided by 9 എന്ന് എഴുതി. ഇനി ആ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന 9 ഉണ്ടല്ലോ, റൂട്ട് 9 ആണത്, അതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 by root 9 into square root of 9 plus x square dx. 1 by root 9 is what? 1 by 3.
ഇതിന് ഔട്ട് സൈഡിലോട്ട് നമ്മൾ മാറ്റി. ദറ്റ് ഈസ് 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 9 ഈസ് റീപ്ലേസ്ഡ് ബൈ 3 സ്ക്വയർ. സോ ദിസ് ബിക്കംസ് 3 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ. This is the integral of the form root of a square plus x square dx. So first type integral root of x square plus a square equal to what? X by 2 into root of a square plus x square plus a square by 2 into log mod x plus root of a square plus x square plus c. That's answer. So this becomes 1/3 into x by 2 into root of 9 plus x square. X square ആണ് കേട്ടോ അവിടെ എഴുതേണ്ടത്. പ്ലസ് 9/2 a square by 2 into log mod x plus root of x square plus 9 plus c. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ? ആൻഡ് ദ തേർഡ് ടൈപ്പ് ഇൻ്റഗ്രൽ ഈസ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് a square minus x square dx. അപ്പോൾ ആദ്യം പഠിച്ചത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, സെക്കൻഡ് പഠിച്ചത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അപ്പോൾ തേർഡ് പഠിക്കുന്നത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇറ്റ്സ് എക്സ്പാൻഷൻ ഈസ് എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. സോ അപ്പോൾ ഓർത്തിരിക്കാം, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ അവിടെ സെക്കൻഡ് ടേം എൻ്റെ എക്സ്പാൻഷൻ്റെ സെക്കൻഡ് ടേം സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആയിരിക്കും വരുന്നത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ് കൂടെ വരുന്നത്. അത് ഓർത്തിരിക്കാൻ മാറിപ്പോകരുത് കേട്ടോ. സോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അവിടെ നമുക്ക് ആ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ദറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 ഡി എക്സ് എന്ന് വന്നു. ഇതിപ്പോൾ ഏതൊരു ടൈപ്പായി? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോർമാറ്റ് വന്നല്ലോ. അപ്പോൾ അവിടെ ചെയ്യുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ സ്ക്വയർ ആദ്യം ആഡ് ചെയ്യുന്നു, പിന്നെ സബ്ട്രാക്ട് ചെയ്യുന്നു, ലാസ്റ്റ് ടൈം എഴുതുന്നു. അതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ 3 ടേംസ് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നാണ് വരുന്നത്. അത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. പിന്നെ ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേമും കൂടി ആഡ് ചെയ്യുന്നത് -1 -3 ആണ് വരുന്നത്. അപ്പോൾ -4 വന്നു. നമ്മൾ കോമൺ ആയിട്ടൊരു മൈനസ് പുറമെടുത്തായിരുന്നല്ലോ, അതിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ദറ്റ് ഈസ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ദ ഫംഗ്ഷൻ ചേഞ്ചസ് ടു 4 minus x plus 1 whole square, that is 2 square minus x plus 1 whole square. So here we choose a as 2 and x as x plus 1. ഇനി നമ്മുടെ തൊട്ട് മുന്നത്തെ റിസൾട്ട് വെച്ചിട്ട് ആൻസർ എഴുതുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1 minus 4x square dx. ഓക്കെ, next here we take out the coefficient of x square, that is ഇവിടെ നമ്മൾ x squareൻ്റെ കോഎഫിഷ്യൻറ്റ് 4നെ ആദ്യം ഔട്ട് സൈഡ് എടുക്കുന്നു. സോ ദ ഫംഗ്ഷൻ ബിക്കംസ് 4 ഇൻറ്റു, അപ്പോൾ 4 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമിൽ 1/4 ആയത്. ഓക്കെ, സെക്കൻഡ് ടൈം മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ആ 4 റൂട്ട് 4 ഇൻ്റഗ്രലിൻ്റെ പുറമോട്ട് എടുത്തു. ദറ്റ് ഈസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ and inside the square root is 1/4 becomes 1/2 whole square minus x square d square. So this is the integral of the form root of a square minus x square. Here a equal to 1/2 and x equal to x. So using this result the answer is 2 into x by 2 into root of 1/2 whole square, that is 1/4 minus x square plus a square is 1/4 by 2 sin inverse x by 1/2 plus c. That is 2 into x by 2, 1/4 minus x squared plus this is 1/4 into 2, that is 1/8. Sin inverse x by 1/2 is 2x plus c is answer. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരൂ. ഓക്കെ, the next question is integral root of 1 minus 4x minus x square dx. So here also the coefficient of ഇവിടെ നോക്കുകയാണെങ്കിൽ coefficient of x square -1 ആണ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം coefficient of x square ഔട്ട്സൈഡ് എടുക്കുക. സോ -1 ആദ്യം പുറമെ എടുത്തു. സോ അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെ ചേഞ്ചായി? x² + 4x -1 dx എന്നായി. ഇനിയിപ്പോൾ
ആ മൈനസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫങ്ഷൻസ് ax²+bx+c ഫോമാറ്റാണ്. സോ നേരത്തെ ചെയ്തതുപോലെ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ സ്ക്വയർ എടുത്തു, ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, ലാസ്റ്റ് ടേം എഴുതി, എന്നിട്ട് ആദ്യത്തെ 3 ടേംസ് കമ്പൈൻ ചെയ്തു. സോ ദാറ്റ്സ് എക്സ്പാൻഷൻ ഓഫ് x+2 ഹോൾ സ്ക്വയർ ആൻഡ് ദ 4th and 5th ടേം ഈസ് അത് ആഡ് ചെയ്യുമ്പോൾ -4 - 1 ദാറ്റ് ഈസ് -5. ഇനി ഇവിടെ നോക്കുക, ഹിയർ എ നെഗറ്റീവ് സൈൻ ഈസ് കോമൺ. So multiply the negative sign with the bracketed expression. So the function changes to square root of √5 all square minus x+2 all square. So it's a function of the form √of a² minus x². So here we choose a as √5 and x as x+2. So by the above result, the answer becomes x+2/2 into √5 minus x+2 all square plus a²/2, that is 5/2 sin inverse x by √5 plus c. Okay, sense. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കണ്ടൻറ്റാണ് ഇൻക്ലൂഡ് ചെയ്തത്. പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ബാക്കിയുള്ളവരിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.